ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ നടന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ തുടങ്ങുന്നതിന് വേണ്ടി 2 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ആഭ്യന്തരം, എക്സൈസ്, വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ കൂട്ടായാണ് സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് രാജ്യവും സംസ്ഥാനവും നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്നാണ് ലഹരി. കൊച്ചി പോലുള്ള ഒരു സ്ഥലത്തെ കേരളത്തിന്റെ മയക്കുമരുന്ന് ഹബ്ബായി മാറ്റാനുള്ള വലിയ ശ്രമം ലഹരി മാഫിയകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനെ ചെറുക്കേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, പൊതുസമൂഹവും സർക്കാരിനൊപ്പം നിൽക്കണമെന്ന് മന്ത്രി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടു പരിചയിച്ച അന്താരാഷ്ട്ര മാഫിയകൾ ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. അത്രയും മയക്കുമരുന്ന് ലോബി നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മയക്കുമരുന്നിന് ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്നത് വിദ്യാർത്ഥികളാണ്. കുട്ടികളെ ഇതിന്റെ കണ്ണിയായി മാറ്റാൻ ലഹരി മാഫിയകൾ ശ്രമിക്കുകയാണെന്നും ഇതിനെ ഏത് വിധേനയും ചെറുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്ത് ആദ്യമായി തന്നെ ഒരു ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ തുറക്കാനുള്ള പരിപാടിയുണ്ട്. ജില്ലാ കളക്ടർ എറണാകുളത്ത് നിന്ന് ഒരാഴ്ചക്കുള്ളിൽ അതിനുള്ള പ്രപ്പോസൽ തരാമെന്ന് അവർ പറയുകയുണ്ടായി. നമുക്ക് 2-3 സെന്ററുകൾ നമുക്ക് ചിലപ്പോൾ തുടങ്ങാൻ സാധിക്കാം. തൃക്കാക്കരയിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണ ചടങ്ങിൽ ഉമാ തോമസ് MLA, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ അരുൺ S. നായർ, ജില്ലാ കളക്ടർ G. പ്രിയങ്ക, തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.